നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും അധികാര പരിധി നിശ്ചയിക്കാനുള്ള എല്ലാ രീതിയിലുള്ള അവകാശവും ഇന്ത്യൻ സുപ്രീം കോടതിക്ക് ഉണ്ട്. അതിൽ കൈകടത്താൻ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം അനുവദനീയമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമായ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിക്കും കേന്ദ്ര ക്യാബിനറ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണിത്. കാരണം എല്ലാ തവണയും നരേന്ദ്രമോദി സർക്കാർ വിവാദ നിയമങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയാണ്. നമുക്കറിയാം, രാഷ്ട്രപതി ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്. കാര്യമായ അധികാര പരിധിയൊന്നും രാഷ്ട്രപതിക്ക് ഇല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ രാഷ്ട്രപതിക്ക് ചില അവകാശങ്ങളുണ്ട്. പക്ഷേ ആ അവകാശങ്ങൾ ഒരിക്കലും ജനങ്ങളുടെ മണ്ടയിലേക്ക് പ്രയോഗിക്കാൻ രാഷ്ട്രപതിക്ക് കഴിയില്ല എന്നുള്ള പരിമിതി തന്നെയാണ് ആ സ്ഥാനം അലങ്കരിക്കപ്പെടുന്ന ഏതൊരാൾക്കും കൊടുത്തിട്ടുള്ളത്. രാഷ്ട്രപതിക്ക് ബില്ല് ഒപ്പിടാം, അതിൽ വിയോജനക്കുറിപ്പ് എഴുതി തിരിച്ചയക്കാം. പക്ഷേ അന്തിമമായി പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ എല്ലാ രീതിയിലും നിയമമാക്കി മാറ്റാറുണ്ട്. എന്നാൽ രാഷ്ട്രപതിയുടെ ചില പ്രത്യേക അനുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. സുപ്രീം കോടതി രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെ അത് സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരുപക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രപതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് സുപ്രീം കോടതി പോയാൽ അതിനെ തടയും എന്നുള്ള രീതിയിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പരാമർശം തന്നെ അപ്രസക്തമാണ്. കാരണം കേന്ദ്ര സർക്കാരല്ല സുപ്രീം കോടതിയുടെ പരമാധികാരം നിശ്ചയിക്കുന്ന സമിതി എന്നുള്ളത്. കേന്ദ്ര സർക്കാരോ പാർലമെൻറ്റോ അല്ല ജുഡീഷ്യൽ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത്. ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റിയാണ്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രീതിയിലും പരമാധികാരമുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അതിന് മുകളിലാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ താഴെ മാത്രമാണ് പ്രധാനമന്ത്രിയും ഇന്ത്യൻ രാഷ്ട്രപതിയും എല്ലാം എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി ആയിരുന്നാലും ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നാലും പൗരന്മാരാണ്. ഇന്ത്യയിലെ പൗരർക്ക് നീതി നടപ്പിലാക്കപ്പെടുന്ന രീതിയിൽ ഏത് രീതിയിലുള്ള അനീതി സംഭവിച്ചാലും അതിനെതിരെ ഒരു അന്തിമ വിധി തീർപ്പ് കൽപ്പിക്കാൻ അധികാരമുള്ള വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്നുള്ളത് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പല മുട്ടാതർക്കങ്ങളും അപ്രത്യക്ഷമാവുകയാണ്. കേന്ദ്ര സർക്കാരിന് ഇനി മുന്നോട്ട് വയ്ക്കാനുള്ളത് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള സുപ്രധാന ബില്ലുകളാണ്. അതായത് രാഷ്ട്രപതിയെ കൊണ്ട് ഒന്നീ ഓർഡിനൻസായി ഇറക്കിക്കുകയോ അതല്ലെങ്കിൽ പാസ്സാക്കിക്കൊണ്ട് വലിയ തോതിൽ രാഷ്ട്രപതിയെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുകയോ ഒക്കെ ചെയ്യാനാണ് മോദിയുടെയും അമിത്ഷായുടെയും അജണ്ടയെങ്കിൽ അതിന് എല്ലാ രീതിയിലും തടയിടാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് കഴിയും. അത് സഞ്ജീവ് ഖന്ന നടപ്പിലാക്കുകയും ചെയ്യും. പിന്നൊരു കാര്യം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. അത്തരത്തിൽ നിയമിക്കുന്നത് ആര് തന്നെയായിരുന്നാലും ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രപതിയാണ് എന്നുള്ളത്. എന്നാൽ രാഷ്ട്രപതി നിയമിക്കുന്നു എന്ന് കരുതി രാഷ്ട്രപതിക്ക് പരമാധികാരമില്ല.